വിജയടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് നിരന്തരം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ മതമൗലികവാദികൾ നിരന്തരം നടക്കണം എന്ന് മനസ്സിൽ കൊതിക്കുന്ന ഒരു കാര്യം. ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ വീഴണം എന്നായിരുന്നു അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. കാരണം അത് സംഭവിച്ചില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവർക്ക് ആഹ്ലാദിക്കാൻ ഒരു വകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ടും യുവന്മാരുടെ നിർഭാഗ്യം കൊണ്ടും അത് സംഭവിച്ചില്ല. ഇപ്പൊ മുംബൈയിലോ ഡൽഹിയിലോ ഒക്കെ ഒരു മിസൈല് വീണ് ഒരു 100-200 പേരൊക്കെ മരിച്ചിരുന്നെങ്കിൽ ആ പേരും പറഞ്ഞ് നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത് കയറിയിരുന്ന പൊങ്കാലയിടായിരുന്നു എന്നുള്ളതായിരുന്നു യുവന്മാരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. യുവന്മാർ യുദ്ധം വേണ്ട എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ യുദ്ധം നടക്കുമ്പോൾ ഉണ്ടാവുന്ന കെടുതികൾ കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയിലോട്ട് ഒരു മിസൈൽ പോലും വീഴാത്തതിലുള്ളതും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നതിലുമുള്ള ഇവരുടെ നിരാശയിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ചേതോവികാരമാണ് ഇവന്മാർക്ക്. ഈ യുദ്ധം വേണ്ട, ദയവ് ചെയ്ത് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ, ഗാസയിലോട്ട് നോക്കൂ, യുദ്ധം കഴിഞ്ഞാലും മറ്റതാണ് മറിച്ചതാണ് ദാരിദ്ര്യമാണെന്നൊക്കെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഇവന്മാരുടെ ഉള്ളിൽ ഇതിപ്പോ എന്തൊക്കെയാണെന്ന്. കഴിഞ്ഞ ദിവസം ഷാഹിദ് അഫ്രീദിയെ വിളിച്ച് ആദരിച്ച ടീമാണല്ലോ ഇവന്മാരെല്ലാവരും ദുബായില്. ഇനി ഇവരന്ന് പറഞ്ഞൊരു കാര്യം, രാഹുൽ ഗാന്ധി നിരന്തരം പാകിസ്ഥാന്റെ ഭാഷയിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നു വീണു? പാകിസ്ഥാൻ പറയുന്നത് 6 വിമാനങ്ങൾ തകർന്നു വീണു എന്നാണ്. 6 വിമാനം തകർന്നു വീണു എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും ഈ വിമാനത്തിന്റെ ഒരു എന്താ പറയുക അവശിഷ്ടമോ അല്ലെങ്കിൽ ഇവന്മാര് തകർത്തിട്ട വിമാനത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫ്സോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇന്ത്യ തകർത്തിട്ട സകല സാധനങ്ങളുടെയും സോളിഡ് എവിഡൻസ് ഇന്ത്യയുടെ കയ്യിലുമുണ്ട്, സകല ലോകരാഷ്ട്രങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ്. ഇവന്മാര് പണ്ട് 2019-ലും 2018-ലും ഒക്കെ ചൈന നടത്തിയ മിസൈൽ വിക്ഷേപണത്തിന്റെ പടമൊക്കെ എടുത്തുകൊണ്ടാണ് പാർലമെന്റിൽ പോലും കൊണ്ടുവച്ചത് ഞങ്ങൾ നടത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സംയുക്ത സൈനിക മേധാവി ഒരു പ്രസ്താവന, അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് അവർ ചോദിച്ചു, എത്ര വിമാനങ്ങൾ തകർന്നിട്ടുണ്ട്? പാകിസ്ഥാൻ 6 തകർന്നു എന്നാണല്ലോ പറയുന്നത്, എന്താണ് ഇതിൽ യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം ചോദിച്ചു. ക്യാൻ യു കൺഫേം എന്നാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് മാധ്യമപ്രവർത്തകർ. അപ്പൊ അദ്ദേഹം പറയുന്നത് ആണ് ഇപ്പോ കോൺഗ്രസിന്റെ ആയുധം എന്ന് പറയുന്നത്. അദ്ദേഹം വരെ പറഞ്ഞു ഇതാ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് തകർന്നു വീണു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ക്യാൻ യു കൺഫേം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് നമുക്ക് പറയാം. അദ്ദേഹം പറഞ്ഞ എക്സാക്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ, ഐ തിങ്ക് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഈസ് നോട്ട് ദ ജെറ്റ് ബീങ് ഡൗൺ ബട്ട് വൈ ദേ വർ ബീങ് ഡൗൺ. അതായത് നിങ്ങൾ ചോദിക്കുന്നത് ജെറ്റ് വീണോ എന്നുള്ളതാണ്, പക്ഷേ ഞാൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് എന്തുകൊണ്ട് ജെറ്റ് വീഴുന്നു എന്നുള്ളതല്ല, വൈ ദേ വർ ബീങ് ഡൗൺ, അതായത് എങ്ങനെ ജെറ്റ് വീണു എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് വീണു എന്നുള്ളതല്ല, എങ്ങനെ വീണു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ദ ഗുഡ് പാർട്ടീസ് എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതിലെ നല്ലൊരു വശം ഞാൻ കാണുന്നത്, വി വെർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ടാക്ടിക്കൽ മിസ്റ്റേക്ക് ദാറ്റ് വി ഹാവ് ബീൻ മെയ്ഡ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ തന്നെ വരുത്തി വെച്ച ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് അത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൽ അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, റെമഡേറ്റ്, റെക്ടിഫൈഡ് ആൻഡ് ദെൻ ഇംപ്ലിമെന്റഡ് അഗെയിൻ എന്നാണ് പറയുന്നത്. അതായത് അത് ഞങ്ങൾ റെക്ടിഫൈ ചെയ്തു, ഞങ്ങൾ അതിലും ശക്തമായിട്ട് ഞങ്ങളുടെ മിസ്റ്റേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആഫ്റ്റർ 2 days, 2 ദിവസം കഴിഞ്ഞ്, ആൻഡ് ഓൾ അവർ ജെറ്റ്സ് അഗെയിൻ ടാർഗറ്റഡ് ലോങ് റേഞ്ചസ്. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ജെറ്റ്സ് ലോങ് റേഞ്ചസ് ടാർഗറ്റ് ചെയ്യാനായിട്ട് സമ്പൂർണ്ണമായിട്ടുള്ള കാര്യപ്രാപ്തി കൈവരിച്ചു, ടാർഗറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് അദ്ദേഹത്തെ എക്സാക്ട് വേർഡ്സ്. ഇതിൽ കൂട്ടലോ കുറയ്ക്കലോ ഒന്നുമില്ല. മലയാളികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം അവസാനം ഒന്നുകൂടെ പറയുന്നുണ്ട്, സി വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഈസ് വൈ ദേ വർ ഡൗൺ ആൻഡ് വാട്ട് ഡിഡ് വി ഡു ആഫ്റ്റർ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു അസ്. അതായത് എന്തുകൊണ്ട് ഇത് വീണു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ്, അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ എക്സാക്ട് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. ഇതൊരു കൂട്ടിച്ചേർക്കലുകളുമില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിസൈസ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് കണ്ടില്ലേ, ചൗഹാൻ പറഞ്ഞു ഇന്ത്യയുടെ വിമാനം വെടിവെച്ചിട്ടു എന്ന്. അങ്ങനെയാണോ ഇത്? എന്താണ് ബിജു ചേട്ടന്റെ ഒരു വിലയിരുത്തൽ? ഇതിനകത്ത് ഞാൻ ഇന്നലെ ഒരു യാത്ര ആയതുകൊണ്ട് വാർത്തകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ രാത്രി കൂടി ചില വാർത്തകൾ കാണുമ്പോൾ കേരളത്തിലെ പകുതി മാധ്യമങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഇപ്പോൾ 9 വിമാനം തകർത്തൊരു വീരൻ ഉണ്ടായിരുന്നു, പുള്ളിയും ചാടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ പകുതി മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി പകുതി അതിനകത്ത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രം ഈ ധനുഷ് പറഞ്ഞതുപോലെ എക്സാക്ട് വേർഡ്സ് ഉദ്ധരിച്ചുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. നാഷണൽ മീഡിയാസ് നോക്കുമ്പോൾ അവിടെ എങ്ങും ഇതിന് പ്രാധാന്യമില്ല. പകരം അദ്ദേഹം പറഞ്ഞ 5 പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ചിട്ടാണ് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ക്യാരി ചെയ്തിരിക്കുന്ന ന്യൂസ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ടൈംസ് നൗ അത് അവരുടെ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ
നമ്മുടെ സംയുക്ത സൈനിക മേധാവി പറഞ്ഞ 3 പോയിന്റുകൾ, പ്രധാനപ്പെട്ട പോയിന്റുകൾ. അവിടെ ഒന്നും ഈ സാധനം പറയുന്നില്ല, ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോ നമ്മൾ കാത്തിരുന്ന ഒരു വാർത്ത, ഇത് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ വിമാനം തകർന്നൊരു വാർത്ത കിട്ടണേ അല്ലെങ്കിൽ കേൾക്കണേ എന്ന് നമ്മുടെ ഇവിടുത്തെ ഒരുപിടി മാധ്യമ പ്രവർത്തകരും ഇന്ത്യ വിരുദ്ധരും ഒക്കെ കാത്തിരുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞ ആ വാക്ക്, അദ്ദേഹം ഒരു ഈ പത്രസമ്മേളനം നടത്തി പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരാളല്ല. സാധാരണ ഈ സൈനിക മേധാവികൾ അത്തരത്തിൽ ചെയ്യാറുമില്ല. അവരുടെ സ്പോർട്സ് പേഴ്സൺസ് വന്ന് ചെയ്യാറുണ്ട്. അദ്ദേഹം സ്പോർട്സ് പേഴ്സൺസ് അല്ല, നമ്മുടെ സംയുക്ത സൈനിക മേധാവിയാണ്. അപ്പൊ അദ്ദേഹം ആ വാക്കുകളിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇവിടെ 2-3 കാര്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധവിമാനം അടിച്ചിട്ടു എങ്കിൽ സ്വാഭാവികമായി അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് പാകിസ്ഥാൻ മാത്രമല്ല, ചൈനയും അമേരിക്കയും അത് ആഘോഷിക്കുക തന്നെ ചെയ്യും. കാരണം അമേരിക്കൻ പത്രങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് ആയാലും BBC ആയാലും CNN ആയാലും റോയിട്ടേഴ്സ് ആയാലും, ഒപ്പം ചൈനയുടെ ഗ്ലോബൽ ടൈംസ് പോലുള്ള പത്രങ്ങൾ, സാഹു പ്ലാറ്റ്ഫോം പോലെയുള്ള അവരുടെ ഈ പറയുന്ന ഡിഫൻസ് സിസ്റ്റം അനാലിസിസ് ചെയ്യുന്ന വലിയ പ്ലാറ്റ്ഫോമാണ് സാഹു പ്ലാറ്റ്ഫോം ചൈനയുടെ. അവർ ലോകത്തുള്ള എല്ലാ ആയുധങ്ങളെ കുറിച്ചും നമുക്ക് ക്ലാസ് എടുത്ത് തരാറുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ ലോകമെമ്പാടും മീഡിയാസുകളുമായി കണക്ട് ചെയ്തവരാണ്. അപ്പൊ അങ്ങനെ ഒരു ചിത്രമോ ദൃശ്യമോ തെളിവുകളോ, അതായത് ഉപഗ്രഹ ചിത്രങ്ങളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരത് നൽകിയേനെ. കാരണം ഇപ്പോൾ നടന്ന ഏറ്റുമുട്ടലിൽ അമേരിക്കയുടെ F-16, ചൈനയുടെ CJ-70 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നുള്ളത് ലോകം കണ്ടതാണ്. അപ്പൊ അങ്ങനെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 2 വമ്പൻ ശക്തികൾക്ക് ഇതിന്റെ എന്തെങ്കിലും ഒരു നേരിയ തെളിവെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർ ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടി ഈ ലോകത്തെമ്പാടും ദൃശ്യങ്ങൾ സഹിതം എത്തിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് വലിയ രീതിയിൽ പ്രചരണം നടത്താൻ സോറോസസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഫണ്ട് കൊടുത്ത് അത് വിജയിപ്പിച്ച് ഒരു പരിധിവരെ വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ഇത് അവരെ സംബന്ധിച്ച് നിഷ്പ്രയാസമാണ്. ഒരു പണിയുമില്ലാതെ സോഷ്യൽ മീഡിയ ചൊറികുത്തിയിരിക്കുന്ന പാകിസ്ഥാനികൾക്ക് ഇത്ര വരെ വിഷൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തുമാത്രം അത് ആഘോഷിച്ചാണ്. ഒരൊറ്റ വിഷലും കാണിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളിങ്ങനെ കാത്തിരുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞതിൽ ഒരു അവ്യക്തതയുണ്ട്. ഇദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടില്ല. ഇതിനെ നമുക്കറിയാം, എപ്പോഴും ഒരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മുടെ ഭാഷയിലല്ലാത്ത ഒരു വ്യക്തി ഒരു പ്രസ്താവന നടത്തും, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും നാഷണൽ ആയിക്കോട്ടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ, അതിനെ നമുക്ക് ഏതർത്ഥത്തിലും വ്യാഖ്യാനിച്ച് എടുക്കാൻ കഴിയും. അതാണ് ആ ഭാഷയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പക്ഷെ അവനവന്റെ സ്വന്തം ഭാഷയാകുമ്പോൾ അതിന് അധികം വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകാൻ കഴിയില്ല. അത് നമുക്കൊക്കെ അറിയാം. നമ്മളെല്ലാം ഇംഗ്ലീഷ് വലിയ പരിജ്ഞാനമുള്ളവരല്ല എങ്കിൽ പോലും ഇംഗ്ലീഷിൽ ഓരോരുത്തരും ഉപയോഗിക്കുന്ന വാക്കുകളും ശബ്ദങ്ങൾക്കും ഒക്കെ അവരുടേതായ വേരിയേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മാതൃഭാഷയ്ക്ക് അത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ച് എടുക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രേക്ഷകർ കൂടുതലും പേര് ഇതിന്റെ പിന്നാലെ പോയി ഇത് ചെകഞ്ഞു നോക്കുന്നവരല്ല. ഇന്ത്യയിലുള്ള ഭൂരിപക്ഷം പേരും ഇത് ചെകഞ്ഞു നോക്കുന്നവരല്ല. അവർ ഈ വാർത്ത കേട്ടുകൊള്ളാം, അങ്ങനെയാണല്ലോ, അപ്പം അയാൾ പറഞ്ഞത് ശരിയായിരിക്കും, ഇയാൾ പറഞ്ഞത് ശരിയായിരിക്കും, നിങ്ങൾ പോകും. എന്താണ് അയാൾ ഇപ്പൊ ധനുഷ് ഇപ്പൊ ഇത് കുത്തിയിരുന്ന് വായിച്ചിട്ട് അതിന്റെ ഒരു ഇത് വരുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് സിന്ദൂർ ഓപ്പറേഷന് ശേഷം നമ്മുടെ വ്യോമസേന മേധാവി അദ്ദേഹവും പറഞ്ഞത് ഇതേ വാക്ക് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് യുദ്ധം എന്ന് പറയുന്നത് ലാഭം മാത്രമല്ല നഷ്ടവും ചേർന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ആദ്യത്തെ സമയത്ത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ അടിച്ചിട്ടു എന്നൊരു വാർത്ത പരക്കാണ്ടായ കാരണം ഇന്ത്യ ആദ്യം വിട്ട ഡെമ്മി ഡ്രോണുകൾ ഉണ്ടായിരുന്നു. അതായത് ഡെമ്മി ആളില്ലാത്ത UV വിമാനങ്ങൾ ഇന്ത്യ വിട്ടിരുന്നു. ഈ വിമാനങ്ങൾ ചെന്നപ്പോഴാണ് പാകിസ്ഥാൻ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഓൺ ആക്കുകയും അതിന്റെ പിന്നാലെ നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറിജിനൽ സാധനം തന്നെ അയച്ചത് നശിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ ആദ്യം ഈ ഡ്രോണുകൾ തകർന്നു പോയതിന്റെ ചില അവശിഷ്ടങ്ങളും ദൃശ്യങ്ങളും കാണിച്ചുകൊണ്ടായിരുന്നു പാക് മീഡിയാസും BBC അടക്കമുള്ള മീഡിയാസും വലിയ രീതിയിൽ വാർത്തകൾ ചെയ്തത്. പക്ഷെ അപ്പോഴും BBC ജാമ്യം എടുത്തിട്ട് തന്നെയാണ് ആ വാർത്ത ചെയ്തത്. അത് ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രാദേശിക റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. മുൻകൂർ ജാമ്യമാണത്. ഇപ്പോൾ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് UP-യിൽ നിന്നുള്ള പ്രാദേശിക റിപ്പോർട്ട് അനുസരിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ആ പ്രാദേശിക റിപ്പോർട്ടർ തലയ്ക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അവന്റെ വാർത്തയാണ് നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നത്, സത്യവുമാണ്. നമ്മുടെ റിപ്പോർട്ടർ ഡയറക്ടറി പോയോ ഇല്ലെങ്കിൽ നമുക്ക് 100% ഉറപ്പുള്ള വാർത്തയല്ല. അത് ആ പ്രാദേശിക റിപ്പോർട്ടറുടെ തരുന്ന വാർത്തയെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നൽകുന്നു എന്നാണ്. അത് തന്നെയാണ് BBC അത് ചെയ്തത്. പിന്നീടാണ് ഇത് ഡ്രോൺ ആണെന്ന് അറിഞ്ഞപ്പോൾ പാക് മീഡിയാസും പാക് മാധ്യമങ്ങളും എല്ലാം തന്നെ ആ വാർത്ത മുക്കി. കാരണം ഇത് ഏത് കൊച്ചു കുഞ്ഞിന് വരെ അറിയാം ഇത് ഡ്രോൺ ആണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട്. പിന്നീട് ആ വാർത്തകളൊന്നും കേട്ടില്ല. വീണ്ടും നമ്മൾ ഈ ചോദ്യം തന്നെ ചോദിച്ചു. ഇവിടെ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഒരു വാർ ഫീൽഡിൽ വിമാനങ്ങൾക്കും ഭീരങ്കികൾക്കും വാഹനങ്ങൾക്കും ടെക്നിക്കൽ ഇഷ്യൂസ് സ്വാഭാവികമായി ഉണ്ടാകാം. അതല്ലാതെ തന്നെ പരീക്ഷണ പറക്കൽ ഇന്ത്യയിൽ ഒരു വർഷം തന്നെ 3-4 ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും തകർന്നു വീഴാറുണ്ട്.
കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ തകർന്ന ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിലോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് സ്വാഭാവികമായ കാര്യം. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ആ വാക്ക് തന്നെയാണ്. അതായത് ആ എറർ റെക്ടിഫൈ ചെയ്ത് ഞങ്ങൾക്ക് കഴിഞ്ഞു. അതായത് നമ്മൾ ഇത് പരിശീലന പറക്കൽ പോലും അല്ല, ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആണ് ഒരു രാജ്യവുമായി. അപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അപ്പുറത്തേക്ക് ഈ വിമാനം അടിച്ചിട്ടു എന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമ്മുടെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കുന്നില്ല എന്ന് പറയുന്നത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വാക്കതി അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വ്യോമസേനാ മേധാവി ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അദ്ദേഹം ഇതിനൊരു പുതുമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ ഇത് കുറെ ദിവസം മുമ്പ് അവർ സംയുക്ത 3 പേരും കൂടി ഇരുന്ന് വാർത്താ സമ്മേളനം നടത്തിയല്ലോ, കര, വ്യോമ, നാവികസേനാ മേധാവികൾ. അവർ പറഞ്ഞ ആ വ്യോമസേനാ മേധാവി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവുമാണ്. കാരണം ഇത് ടെക്നിക്കൽ ഡിഫക്റ്റ് കൊണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആ വിമാനം തകർന്നിട്ടുണ്ടാകും. അത് ഞാൻ ഈ പറയുന്ന പോലെയുള്ളൂ, പരീക്ഷണ പറക്കലുടെ തകരുന്ന പോലെയുള്ളൂ. അല്ലാതെ അവർ വെടിവെച്ചിട്ടെന്ന് പറയുന്നില്ല, നമ്മുടെ പൈലറ്റിന് ജീവാപായമുണ്ടായെന്ന് പറയുന്നില്ല, അവരുടെ ഏരിയയിൽ നിന്ന് ഈ വിമാനാവശിഷ്ടം കണ്ടെത്തിയതായി പറയുന്നില്ല. സ്വാഭാവികമാണ് ഒരു വാർഫീൽഡില്, ഒരു വാർഫ്രണ്ടിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ ആയുധങ്ങൾക്ക് ഇത്തരത്തിലുള്ള കേടുപാടുകൾ പറ്റാം. എന്തിനേറെ പറയുന്നു, നമ്മൾ വിട്ട മിസൈലുകൾ തിരിച്ചു വന്ന ചരിത്രം ഈ രാജ്യത്തിന് തന്നെ ഉണ്ട്. റോക്കറ്റുകൾ തിരിച്ചു വന്നിട്ടില്ലേ നമ്മൾ വിട്ട ഇന്ത്യക്ക്? അല്ല, ഒരു കാര്യം ബിജുചേട്ടാ ആലോചിച്ച് നോക്കണം. അതായത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധവിമാനം എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാകിസ്ഥാൻ ഫേക്ക് AI വെച്ചുകൊണ്ടാണ് അവരുടെ രാജ്യത്തെ പാടി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇവിടെ യുദ്ധവിമാനം തകരാൻ കാത്തിരിക്കുന്ന, നമ്മുടെ രാജ്യം തോക്കാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിജുചേട്ടാ ഇത് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കുന്ന സമയത്ത് അത് തകരാനായിട്ട് രാജ്യത്തിനകത്ത് തന്നെ കുറെ പേര് കാത്തിരിക്കുന്നു. അവരെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ യുവമാര് നമ്മളോട് ചോദിക്കുന്നത് രാജ്യസ്നേഹം നിങ്ങളുടെ മാത്രം കുത്തകയാണോ? ഇപ്പൊ നമുക്ക് പറയാമല്ലോ നമ്മുടെ മാത്രം കുത്തകയാണ്ട രാജ്യസ്നേഹം എന്ന്. കാരണം നമ്മളാണ് രാജ്യത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ഈ വാർത്തകൾ കാണുന്ന പ്രേക്ഷകരുണ്ട്. അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. അവരെ തെറ്റിദ്ധരിപ്പിക്കരുത് ഒരിക്കലും. അവരെ തള്ളി വിടരുത്, അവരെ എരിയേറ്റ് വിടരുത്. ഇല്ലെങ്കിൽ അവരെ വെറുതെ ഇരുന്നിട്ട് കാടും പടലും തള്ളി കുറെ ഗ്യാസ് അടിച്ച് വിട്ടിട്ട് ആവേശം കൊള്ളിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മളാരും പൊളിറ്റീഷ്യൻസ് അല്ല, നമ്മളാരും നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗം ആകാനും പോകുന്നില്ല. നമ്മൾ ജേർണലിസ്റ്റുകളാണ്. ജേർണലിസ്റ്റുകൾ പറയുമ്പോൾ സത്യം പറയുക, അതിനകത്ത് അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. നമ്മൾ ഇന്നുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി തന്നെ സോഴ്സുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴും നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഈ മലയാളികൾ ഉൾപ്പെടെ, അതിനകത്ത് ഒരു മതവിഭാഗം മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന മാന്യന്മാരും വ്യക്തികളുണ്ട്. ഒരു എന്താ പറയുക, സ്വന്തം തന്തയും തള്ളയും പോലും മറന്നു എന്നുള്ളതാണ് അവർ നിമിഷം. കാരണം ഈ രാജ്യത്തിരുന്നിട്ട്, ഈ രാജ്യത്ത് പഠിച്ചു വളർന്നിട്ട്, ഈ രാജ്യമാണ് അവർ കുസാറ്റി പഠിച്ചെന്ന് പറഞ്ഞു. കുസാറ്റി പഠിക്കുന്നത് നാമമാത്രമായ ഫീസ് വാങ്ങി ബാക്കിയൊക്കെ സർക്കാരാണ്, കേന്ദ്ര സർക്കാർ മുടക്കുന്ന ഫീസിലാണ് അവർ പഠിച്ചിറങ്ങുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ മറ്റ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലത്. അതായത് ഇവരുടെ പൈസ മുടക്കിലല്ല, ഇവർ കൊടുക്കുന്ന 4.25 പൈസയ്ക്കല്ല കുസാറ്റിൽ പഠിപ്പിക്കുന്നത്. അത് സർക്കാരിന്റെ ആണ് ബാക്കി ചെലവ്. മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി മുൻപ്, ഇപ്പോഴെനിക്കറിയില്ല, സർക്കാർ ശരാശരി 5 ലക്ഷം രൂപയാണ് മുടക്കുന്നത് അവരുടെ പഠനങ്ങൾക്ക്. ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിക്കുന്ന സാധനത്തിനാണ് പറയുന്നത്. ഇത് ഉൾപ്പെടെ മുടക്കുന്നു. നമ്മളൊരു നാമമാത്രമായ പൈസ, തുച്ഛമായ ഒരു പൈസ അടയ്ക്കുന്നു. അതല്ല അവർ പൈസ അടച്ച് പഠിച്ചല്ല. അപ്പൊ ചോദിക്കും, മിടുക്കന്മാരായതുകൊണ്ടല്ലേ കിട്ടിയത്? ഈ രാജ്യത്ത് 140 കോടി ജനമുണ്ട്, അവർക്കൊക്കെ പിള്ളേരുമുണ്ട്. അപ്പൊ അതിനകത്ത് മിടുക്കരാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് ഇനി ഇവരുടെ അഡ്മിഷൻ കാര്യങ്ങൾ തപ്പിപ്പോണ്ടി വരും. അതിലേക്കൊന്നും പോകാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഇനി നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയില്ല. അതിൽ കുസാറ്റ് തള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളൊന്നും അല്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം പൈതൃകത്തെ, സ്വന്തം അച്ഛനും അമ്മയെയും ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന നാട്, എന്നെ വളർത്തിയ നാട്, എനിക്ക് ഈ വിദ്യാഭ്യാസം തന്ന നാട്, ആ നാട്, എന്റെ രക്ഷകർത്താക്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നാട്, ആ നാടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആ നാടിനെ എതിർക്കുന്ന ഒരു ശത്രുവിനെ മാലയിട്ട് സ്വീകരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവന് നടന്നു കയറാൻ സ്വന്തം നെഞ്ച് തന്നെ കാണിച്ചു കൊടുക്കുന്നു. ഇതിനൊക്കെയുള്ള ഇവരെ പരനാറി എന്ന് വിളിച്ചാൽ പോരാ. എനിക്ക് പറയാനുള്ളത്, ഇവർക്കെതിരെ കേസ് കൊടുക്കുക, എല്ലാ എയർപോർട്ടുകളിലും ഇവർക്ക് വേണ്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് വെക്കുക. UAE നിന്ന് എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് ഇവർ അറസ്റ്റ് ചെയ്യുക, നിയമപരമായി തന്നെ കൊണ്ടുവന്നേ പറ്റൂ ഇത്. കാരണം ഒരു ശത്രുവിനെയാണ് വിളിച്ചിട്ട് വലിയ എന്നിട്ട് അയാൾ പറഞ്ഞെന്താണ് ആ വേദിയിൽ വെച്ച്, ഞാനത് ശ്രദ്ധിച്ചു, അയാൾ വേദിയിൽ വെച്ച് പറഞ്ഞെന്താണ്, ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ എന്താണെന്നുള്ളതെന്ന്. അതിനും വലിയ കയ്യടിയാണ് ഈ ഊളകൾ ചെയ്യുന്നത്. ഇവർ ഇതിനകത്ത് പേരൊക്കെ കണ്ടിട്ട് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആണെന്ന് പറയുന്നത്. ഊളകൾ എന്നല്ല ഇവരെ പറയണ്ടേ, രാജ്യദ്രോഹികൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ശത്രു, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം നഖശികാന്തം എതിർക്കുന്ന ആളാണ് ബ്രിട്ടാസ്, ശശി തരൂര്,
ഒവൈസി BJPയുടെ ജനിച്ച നാൾ മുതൽ BJP ചീത്ത വിളിക്കുന്ന ഇവരെല്ലാം സംയുക്തമായിട്ട് ഓരോ രാജ്യങ്ങളിൽ ചെന്ന് നമ്മൾ നയതന്ത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ സിന്ദൂറിന്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മളെ നിരന്തരം ചീത്ത വിളിക്കുകയും സൈന്യത്തെയും ജനങ്ങളെ അപമാനിക്കുകയും ചെയ്തവന് സ്വന്തം നെഞ്ചു കാണിച്ചു കൊടുക്കുക, ചവിട്ടി കയറിക്കോ വാപ്പാ. കാരണം ഇവർക്ക് ഒരു തന്ത ആയിരിക്കില്ല, പച്ചക്കേ നമുക്ക് പറയേണ്ടി വരും. നമുക്കൊക്കെ ഒരു തന്ത മാത്രമേ കാണുള്ളൂ. നമുക്കൊരു രാജ്യമുണ്ട്, ആ രാജ്യത്ത് ഒരു തന്തയുമുണ്ട്. ഇവർക്ക് ഇവിടെ ഒരു തന്ത കാണും, വേറൊരിടത്ത് കാണും. അതായിരിക്കും അവരുടെ ജീനിന്റെ ഗുണം. ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവരിനി ആരും ആയിക്കോട്ടെ, നമുക്ക് അവരെ വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. ഇന്നലെയാണ് അവരുടെയൊക്കെ ഫോട്ടോയും പേരും ഒക്കെ കണ്ടത്. സന്തോഷം. ഏതായാലും ഇവർക്കെതിരെ നടപടികൾ ഉണ്ടാകുക. എനിക്ക് തോന്നുന്നു കേസ് എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേസ് അത് ശക്തിപ്പെടുക തന്നെ വേണം. കാരണം ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവന്റെ പേര് കേസ് എടുക്കാമെങ്കിൽ ഈ അന്യരാജ്യത്തിരുന്ന് ഇന്ത്യ ദൂഷിക്കുന്ന കുറെ ഊളുകൾ വേറെയുണ്ട്. അപ്പം ഇവർക്കെല്ലാം കൊണ്ട് കേസുമുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലും രാജ്യത്ത് വരുമ്പോഴേക്കും കേസുണ്ട്. ഉള്ള കാലം പുറത്ത് നിൽക്കത്തില്ലല്ലോ, ഇവിടെയും വരേണ്ടി വരുമല്ലോ. കാരണം നമ്മൾ ചെന്ന് കയറുന്ന രാജ്യത്ത് ചില ഊഷ്മളമായ കാര്യങ്ങളും സൗകര്യങ്ങൾ കിട്ടുമ്പോൾ ഒന്ന് ആലോചിക്കണം. നമ്മുടെ കേമത്തരം കൊണ്ടല്ല UAE ആയാലും അമേരിക്ക ആയാലും കാനഡ ആയാലും നമുക്ക് സുഖ സൗകര്യങ്ങൾ തരുന്നത്. നമ്മുടെ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിന്റെ പേരിലും നമ്മുടെ രാജ്യവുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലുമാണ് തരുന്നത്. നാളെ UAEയും ഇന്ത്യയും തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ ഇവന്മാർക്കൊന്നും UAE അതേപോലുള്ള പട്ടുമെത്ത വിരിച്ചു കൊടുക്കില്ല, തലയ്ക്ക് തല്ലി പറഞ്ഞു വിടും പൊക്കോളാനായിട്ട്. അപ്പോഴും സ്വീകരിക്കാൻ ഈ നാട്ടുകാരും മാത്രമേ ഉണ്ടാകൂ. നാളെ അവിടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ കൈയും കാലിട്ട് അയ്യോ രക്ഷിക്കണമെന്ന് പറയുമ്പോഴും കൊണ്ടുവരാനും നമ്മളെ കാണും. അതായത് ഈ മലയാളിക്ക് പ്രത്യേക തരത്തിലൊരു ഇതാണ്. അതായത് മിസൈല് വീഴണം ഈ രാജ്യത്ത്, പക്ഷെ അത് കേരളത്തിൽ വീഴരുത്, കാരണം അത് നമ്മുടെ ആൾക്കാരാണ്. അതായത് ഈ എങ്ങനെ പോയാലും ഇതൊരു രാജ്യമാണെന്നോ ഇവിടെ എന്തൊക്കെയോ ആണെന്നോ ഒരു ധാരണയുണ്ട്. ഇവരുടെയൊക്കെ ധാരണ എന്ന് വെച്ചാൽ അഫ്രീദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടോ കിടക്ക പങ്കിട്ടത് കൊണ്ടോ ഇവരൊക്കെ എന്തെങ്കിലും ആകുമെന്നാണ്. അവരെ നമ്മൾ നിലവാരം താഴ്ന്നവരായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഏതായാലും വളരെ മോശമായി പോയാ ചെയ്തത്. ആര് തന്നെ ആയാലും നമുക്ക് അവരെ ഒന്നും വ്യക്തിപരമായിട്ട് അറിയില്ല, ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് അറിയില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഓൺലൈനുകൾ ശക്തമായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ചകഞ്ഞെടുത്ത് പുറത്തിടുമായിരിക്കും, എനിക്കറിയില്ല. ഏതായാലും വളരെ മോശമായി പോയി. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഒരു സൈനിക മേധാവിയുടെ പ്രസ്താവന അതിനെ വളച്ചൊടിച്ച് ഈ പരുവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യാതൊരു അത്ഭുതവും ഇല്ല ധനുഷ് ഇതിനകത്ത് രാജ്യസ്നേഹി എന്നൊക്കെ പറയുന്നതല്ലല്ലോ, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇത് വളരെ കുറഞ്ഞ പക്ഷം ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വിശദമായി തന്നെ, കാരണം എന്തെങ്കിലും ഇന്ത്യയിലെ ഉള്ള ദേശീയ മാധ്യമങ്ങളിൽ ഏതാണ്ട് 75% നരേന്ദ്രമോദി വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങളാണ്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. 1-2 മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ മോദിക്ക് അല്പമെങ്കിലും സപ്പോർട്ടറായി തോന്നുന്ന മാധ്യമങ്ങൾ. ബാക്കി ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മോദിക്കെതിരാണ്. നമുക്ക് ഇവിടെ പലരും പറഞ്ഞു വരുത്തുന്നത് നോർത്ത് ഇന്ത്യൻ മീഡിയാസ് മുഴുവൻ BJPക്ക് അനുകൂലമാണ്. അല്ല, കാരണം അതിനെ അടുത്തറിയാവുന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് നന്നായി അറിയാം. അല്ല, അവരൊക്കെ തൽക്കാലമൊക്കെ സൂചിപ്പിച്ച് നിൽക്കുന്ന അവർക്ക് ചില നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരുന്നു. അത് പലരുമൊക്കെ പോയി, അത് അവരല്ല. അതിന് നമ്മൾ ആ പേരൊന്നും പറയുന്നില്ല, അത് പോട്ടെ, അവരെങ്ങനെയൊക്കെ ആയിപ്പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റി ഇതാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ വെടിവെച്ചിട്ടൊന്നും പാകിസ്ഥാൻ തകർത്തു അദ്ദേഹം പറയുന്നില്ല. ഞങ്ങളുടെ എറർ കൊണ്ട് അത് പോയി, ഞങ്ങൾ 2 ദിവസത്തിനകം ആ എറർ തിരുത്തിയിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഞങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ വിട്ട് അടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ അത് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അതായത് ഞാൻ ചോദിച്ചോട്ടെ, വിമാനം അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നീടൊരു വിമാനം വിടാനായിട്ട് ധൈര്യപ്പെടുവോ ഒരു രാജ്യം അങ്ങോട്ടേക്ക്? സിമ്പിൾ ചോദ്യമാണത്. അപ്പോൾ അതിന്റെ എറർ ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ എറർ എറർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ തകർന്നിട്ടുണ്ടാകാം, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അത് നമ്മുടെ രാജ്യത്ത് വെച്ച് തന്നെ തകർന്നിട്ടുണ്ടാകാം ഒരു പക്ഷേ. പരിശീലന പറക്കലുണ്ടായി ഞാൻ പറഞ്ഞു, ഒരു വർഷം 3-4 വിമാനങ്ങൾ, നമ്മുടെ മാത്രമല്ല ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഹെലികോപ്റ്റർ വിമാനങ്ങൾ തരാറുണ്ട്. അത് പരിശീലനമാണ്. പരിശീലന സമയത്ത് പെർഫെക്റ്റ് ആകുക എന്നുള്ളതല്ലല്ലോ, പരിശീലനം ചെയ്ത് പെർഫെക്റ്റ് ആകുക എന്നുള്ളതാണല്ലോ. അതിനാണല്ലോ നമ്മൾ പരിശീലനം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു റിയാലിറ്റി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഇത് മാത്രമല്ല കാണേണ്ടത്, നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വായിക്കുക. 1 അല്ല 2, 3 വട്ടം ആവർത്തിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് വിവിധ അർത്ഥങ്ങൾ കണ്ടെത്താൻ പറ്റും. നിങ്ങൾ കാണേണ്ട അർത്ഥം നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള വാർത്ത എന്താണെന്ന് മനസ്സിലാകുകയും ചെയ്യും. അതെ, ഈ ഇതുപോലുള്ള മിസ്റ്റേക്സ് അത് എല്ലാ രാജ്യത്തിനും പറ്റുന്നതാണ്. അമേരിക്കയ്ക്ക് പറ്റും, റഷ്യക്ക് പറ്റും, എല്ലാ രാജ്യങ്ങൾക്കും മിസ്റ്റേക്സ് പറ്റും. മിസ്റ്റേക്സിലൂടെയാണ് ഇപ്പം നമ്മളൊരു മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ മിസൈൽ പരീക്ഷണം ഫെയിലായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലതും പറ്റും. അതുപോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ IMI ഗലീൽ എന്ന് പറയുന്ന തോക്കിന്റെ കഥയാണ്. IMI ഗലീൽ എന്ന് പറയുമ്പോൾ ഈ AK-47 ആണ് ഹമാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോക്ക്, കലാഷ്നിക്കോവ്. അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നത് അവർ തന്നെ വികസിപ്പിച്ചെടുത്ത വേറൊരു തോക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇസ്രായേൽ ഒരു യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ, ഏത് യുദ്ധമാണെന്ന് എനിക്കറിയില്ല, മരുഭൂമിയിലായിരുന്നു യുദ്ധം ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇസ്രായേൽ പട്ടാളക്കാർക്ക് മരുഭൂമിയിൽ ഈ തോക്ക് വെടിവെക്കാൻ കാഞ്ചി വലിക്കാൻ പറ്റുന്നില്ല.
കാഞ്ചി വലിക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം മരുഭൂമിയിലെ പൊടിക്കാറ്റടിച്ചിട്ട് ഈ തോക്ക് വർക്ക് ആവുന്നില്ല. ഈ തോക്കിന്റെ ഇടയിലൊക്കെ പൊടി കയറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇസ്രായേൽ സൈന്യം പോയില്ല. ഇസ്രായേൽ സൈന്യം സർക്കാരിനോട് കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഈ ഗൺസ് പോരാ, ഇത് പര്യാപ്തമല്ല. അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് AK-47 തന്നെ വേണമെന്ന് പറഞ്ഞത്. AK-47 വേണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ആണല്ലോ, ഇസ്രായേൽ നമുക്കറിയാം, ഇസ്രായേൽ ഒരു പടി കൂടെ കടന്ന് AK-47 ഒരു റീഡിസൈൻ ചെയ്ത ഒരു മോഡൽ, അത് AK-47 സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതാണ് ഇവരിപ്പോഴും ഉപയോഗിക്കുന്നത്. മഴയത്തും വെയിലത്തും എല്ലാം മരുഭൂമിയിലും എല്ലാം ഉപയോഗിക്കുന്നത്. അതിന്റെ പേരാണ് IMI ഗലീൽ തോക്ക്. ആ ഗലീൽ തോക്കാണ് ഇസ്രായേൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യക്കും തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ആ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ സംയുക്ത സൈനിക മേധാവി പറഞ്ഞത് ഇതാണ്, നമ്മൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് അദ്ദേഹം എക്സാക്ട് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ടാക്ടിക്കൽ മിസ്റ്റേക്ക് എന്നാണ്. ടാക്ടിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായി, അത് ഞങ്ങൾ റെക്ടിഫൈ ചെയ്തു, റെമഡേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്തു കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു. 2 ദിവസത്തിന് ശേഷം നമ്മൾ ലോങ് റേഞ്ചിൽ അടിക്കുകയും ചെയ്തു. അപ്പൊ ഇതിൽ എവിടെയാണ് വിമാനം തകർന്നു വീണത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ധനുഷ ഒരു വാക്കുടനത്തുണ്ട്, അതായത് ടാക്ടിക് മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അടിച്ചിടുന്നതിന് മിസ്റ്റേക്ക് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മിസ്റ്റേക്ക് അല്ലല്ലോ അടിച്ചിടുന്നത്, അങ്ങോട്ടേക്ക് പോകുമ്പോഴല്ലേ അടിച്ചിടുന്നത്. അതെ നമ്മുടെ ആ ഒരു മിസ്റ്റേക്കിനെ പോലും, അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ്. ഞാൻ ഇവിടുത്തെ ആൾക്കാരെന്ന് വളരെ ചെറിയൊരു വിഭാഗം, ഈ കോൺഗ്രസ് ആണ് അവന്മാർക്ക് കുട പിടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്തായാലും ഇതും എന്താണ്, ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്നതും. നമ്മുടെ രാജ്യത്തിന് എന്തായാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ പാകിസ്ഥാനൊരു തിരിച്ചടി കൊടുത്തു, ചൈനയും പാകിസ്ഥാനും തമ്മിൽ അകറ്റി എന്നതിലുപരി മൂന്നാമതൊരു വലിയ വിജയം കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു ഭാവി പ്രധാനമന്ത്രിയെ പെർമനന്റ് ആയിട്ട് നമ്മളെ സംഭാവന കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.